ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാതെ സ്പോർട്സ് കൗൺസിൽ. നാലകത്ത് ബഷീറിനെതിരെയാണ് ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും നടപടിയില്ലാത്തത്. നാലകത്ത് ബഷീർ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതടക്കം ഒട്ടേറെ കണ്ടെത്തലുകൾ ഉള്ള അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അധികൃതർ മുക്കുകയായിരുന്നു. PPTV എക്സ്ക്ലൂസീവ്. കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി നാലകത്ത് ബഷീറിനെതിരെ നിരവധി പരാതികൾ ഉയർന്നപ്പോഴാണ് സ്പോർട്സ് കൗൺസിൽ അന്വേഷണം നടത്തിയത്. അന്താരാഷ്ട്ര വോളിബോൾ താരം ജയസമ്മ മൂത്തേടന്റെയും വിവിധ ക്ലബ് ഭാരവാഹികൾ അടക്കമുള്ളവരുടെയും പരാതികളിലായിരുന്നു അന്വേഷണം. പരാതികളെല്ലാം ശരിവയ്ക്കുന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ദേശീയ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടനത്തിൽ നാലകത്ത് ബഷീർ ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നതാണ് പ്രധാന കണ്ടെത്തൽ. മലപ്പുറം ജില്ലാ വോളിബോൾ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ബഷീർ ക്രമവിരുദ്ധമായി ഇടപെട്ടുവെന്നും സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവിൽ നിന്നും ചർച്ച പോലുമില്ലാതെ ജയസമ്മ മൂത്തേടനെ അകാരണമായി ഒഴിവാക്കിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സ്ത്രീകളോട് ബഷീർ സദാചാരവിരുദ്ധമായും മോശമായും പെരുമാറുന്നുവെന്ന ജയസമ്മ മൂത്തേടന്റെ മൊഴിയും റിപ്പോർട്ടിൽ ശരിവെക്കുന്നു. അസോസിയേഷൻ സെക്രട്ടറി എന്ന രീതിയിൽ ബഷീർ നടത്തുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംശയകരമാണെന്നും ഏകാംഗ പ്രവർത്തനമാണ് വോളിബോൾ അസോസിയേഷനിൽ നടക്കുന്നതെന്നും ഇത് ആശ്വാസകരമല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച സ്പോർട്സ് കൗൺസിൽ റിപ്പോർട്ടിന്മേൽ വോളിബോൾ അസോസിയേഷനോട് 2014 മെയ് 17 വിശദീകരണം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുവരെ അസോസിയേഷൻ വിശദീകരണം നൽകിയിട്ടില്ല. പിന്നീട് അധികൃതർ ഈ അന്വേഷണ റിപ്പോർട്ട് മുക്കുകയായിരുന്നു. മുൻമന്ത്രി നാലകത്ത് സൂപ്പിയുടെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ നാലകത്ത് ബഷീറിന്റെ തന്നെ സമ്മർദ്ദത്തെ തുടർന്നാണിതെന്ന് ആക്ഷേപമുണ്ട്. സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ ഭരണസമിതി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കുട്ടനാട് കായലുകളിൽ വിഷം കലക്കി മത്സ്യബന്ധനം. വിദേശ മാർക്കറ്റിൽ ഏറ്റവും പ്രിയങ്കരമായ കോടികൾ വില വരുന്ന ആറ്റുകൊഞ്ചാണ് ഇത്തരത്തിൽ കടത്തുന്നത്. പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാരുടെ പരാതി. കുട്ടനാടൻ പാടശേഖരങ്ങളിലും വേമ്പനാട്ട് കായലിലും മാരകമായ വിഷം കലക്കിയാണ് വിലയേറിയ ആറ്റുകൊഞ്ച് മോഷ്ടിക്കപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ പുറത്തുനിന്നെത്തുന്ന ഗുണ്ടാ സംഘങ്ങളാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത്. 1 കിലോയ്ക്ക് 900 രൂപ വരെ വില വരുന്ന ആറ്റുകൊഞ്ചാണ് വിഷം കലക്കി കടത്തുന്നത്. 1 ലക്ഷം രൂപയുടെ കൊഞ്ച് വരെ ഒരു ദിവസം ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇത് കുടിവെള്ളം ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൈപ്പും വേറെ ഒന്നുമില്ല. ഈ വെള്ളം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവർ കൊണ്ടുവരുന്നത് മീനും അവർ പിടിച്ചുകൊണ്ട് പോയി വിഷവും കലക്കുക. കണ്ട് ഞാൻ ഓടി വന്നപ്പോൾ ഒരു വടിവാൾ എടുക്കാൻ പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി. വടിവാൾ എടുത്ത് വെട്ടി നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടുള്ളൂ. അതുകൊണ്ടാണ്. വിദേശ വിപണിയിൽ ഏറ്റവും പ്രിയങ്കരം വേമ്പനാട്ട് കായലിലെ ആറ്റുകൊഞ്ചാണ്. 1 കിലോയ്ക്ക് 2000-ലധികം രൂപയ്ക്കാണ് ഇത് വിൽപ്പന നടത്തുന്നത്. ഒരു മാസം 1,20,000 കിലോ ആറ്റുകൊഞ്ചാണ് കുട്ടനാടൻ മേഖലയിൽ നിന്നും മാത്രം കയറ്റുമതി ചെയ്യപ്പെടുന്നത്. കായലിൽ വിഷം കലക്കുന്നതോടെ ഈ ജലം ഉപയോഗിക്കുന്ന കുട്ടനാട്ടിലെ ജനങ്ങളും ആശങ്കയിലാണ്. വിഷം കലക്കിയാണ് ഞങ്ങൾ കൊഞ്ചു ഇവർ പിടിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പോളവാരിയായിരുന്നു. ഞങ്ങളുടെ ദേഹമെല്ലാം ഭയങ്കര ചോർച്ചിലൊക്കെ ആയിരുന്നു. ഈ വെള്ളം തന്നെയാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് കുടിക്കുന്നത്. രാത്രികാലങ്ങളിൽ മോഷണം നടത്താനെത്തുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. കോടികൾ വിലമതിക്കുന്ന കായൽ ചെമ്മീനാണ് ഇത്തരത്തിൽ മാരകമായിട്ടുള്ള വിഷം കലക്കി കയറ്റുമതി ചെയ്യുന്നത്. ഇത് തടയാൻ അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷജഹാൻ. സ്വാശ്രയ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് VS അച്യുതാനന്ദൻ. സമരത്തോടുള്ള സർക്കാർ സമീപനം തെറ്റെന്ന് VS തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വാശ്രയ സമരം ഒത്തുതീർപ്പാക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ. നിരാഹാര സമരം ഇപ്പോൾ 3-ാം ദിവസത്തേക്ക് കടന്നു. സർക്കാരിന്റെ നയം ശരിയാണോ? ഇത് ശരിയല്ല, വളരെ തെറ്റാണ്. സമരം ഒത്തുതീർപ്പാക്കണമെന്നാണോ? തന്നെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വണ്ടി സ്വാശ്രയ വിഷയത്തിൽ സർക്കാർ നിലപാട് ശരിയെന്ന് മന്ത്രി EP ജയരാജൻ. ഇപ്പോൾ നടക്കുന്നത് മാനേജ്മെന്റ് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന സമരമെന്നും EP ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ദിനകർ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് EP ജയരാജൻ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? മനു, സർക്കാർ എടുത്തിട്ടുള്ള ശരിയായ നിലപാട് തന്നെയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ അല്പം മുൻപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചില നേതാക്കൾ പ്രതികരിക്കുന്നത് ശരിയല്ല. അത്തരം നിലപാട് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ആർക്കും സർക്കാരിന്റെ നിലപാടുകളെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മനു, KG ദിനകറാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷം നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സമരം സംബന്ധിച്ച VSന്റെ പ്രസ്താവന എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നും MP രാജേഷ് MP. DYFI അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി 2 മുതൽ 5 വരെ എറണാകുളത്ത് നടക്കുമെന്നും MP രാജേഷ് MP പറഞ്ഞു. 5 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ BJP സർക്കാർ അവരെ വഞ്ചിച്ചിരിക്കുകയാണെന്നും രാജേഷ് ചൂണ്ടിക്കാട്ടി. അല്പം മുമ്പ് ഞങ്ങളും
ആ വിഷ്വൽ ടി വിയിൽ കാണുകയുണ്ടായി. സത്യത്തിൽ ഞാൻ അമ്പരന്ന് പോയി. എന്തുദ്ദേശിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അഖിലേന്ത്യാ സമ്മേളനം 2017 ഫെബ്രുവരി 2 മുതൽ 5 വരെ എറണാകുളത്ത് വെച്ച് നടക്കും. ചുരുങ്ങിയത് 20% വനിതകളായിരിക്കണം, യുവതികളായിരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമ്മേളനം വർഗീയതയ്ക്കും തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ആ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കും. VS അച്യുതാനന്ദനെതിരെ വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിന്റെ ശോഭ കെടുത്തുകയാണ് VSന്റെ ലക്ഷ്യമെന്ന് വെള്ളാപ്പള്ളി നടേശൻ കൊല്ലത്ത് പറഞ്ഞു. അത് അങ്ങേയറ്റം പാർട്ടി വിരുദ്ധവും സംഘടനാ വിരുദ്ധവുമാണ്. ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ അത് പറയേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പാർട്ടി ഘടകത്തിലാണ്. ആ ഘടകത്തിൽ പറയാതെ അദ്ദേഹം പരസ്യമായി പറഞ്ഞു എങ്കിൽ അത് ശരിയായില്ല എന്നാണ് എന്നെക്കൊണ്ടുള്ള ആളുകൾക്ക് തോന്നുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്തൊരു കേഡർ സ്വഭാവമുണ്ട്. ആ കേഡർ സ്വഭാവത്തിൽ എനിക്ക് വേണമെങ്കിൽ പറയാം, VSനെ കൊണ്ട് പാർട്ടി മെമ്പർ മാത്രമല്ല, അദ്ദേഹം ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാൻ, മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആദരണീയനായ അദ്ദേഹം സീനിയർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകൻ. അത് ഒരിക്കലും ഇന്നത്തെ ഭരണത്തിന്റെ ശോഭയെ കെടുത്താവുന്ന ഒരു വാക്ക് പോലും അദ്ദേഹം പറയാൻ പാടില്ല. സ്വാശ്രയ മെഡിക്കൽ കോളേജ് പ്രവേശന വിഷയത്തിൽ UDF MLA-മാർ നിയമസഭയിൽ നടത്തുന്ന നിരാഹാര സമരം 5ാം ദിവസവും തുടരുകയാണ്. 2 ലീഗ് MLA-മാരുടെ അനുഭാവ സമരവും തുടരുന്നുണ്ട്. നിരാഹാര സമരം ചെയ്തിരുന്ന അനൂപ് ജേക്കബിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പകരം 6 സമരം തുടരണമെന്നത് തിങ്കളാഴ്ച ചേരുന്ന UDF യോഗത്തിൽ തീരുമാനിക്കും. ചൊവ്വാഴ്ച മുതൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും വ്യാപിപ്പിച്ചേക്കും. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ തീരുമാനം. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കിയതോടെ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം. നിരാഹാര സമരം 4 ദിവസം പിന്നിട്ടിട്ടും തുടർച്ചയായി സഭാ നടപടികൾ സ്തംഭിപ്പിച്ചിട്ടും സർക്കാർ സ്വാശ്രയ കോളേജ് ഫീസ് കുറയ്ക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്കയ്ക്ക് കാരണം. ഇതിനിടെ സർക്കാരിനെതിരെയുള്ള സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ UDF യോഗവും ചേരുന്നുണ്ട്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് കുറയ്ക്കണമെന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതാക്കണമെന്നുമുള്ള നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. ഈ സമരവുമായി മുന്നോട്ടു പോയെങ്കിലും പോലീസുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ച് നേതാക്കൾക്ക് ഗുഡ് ബൈ പറയേണ്ടി വന്നു. തുടർന്ന് UDF യോഗം ചേർന്ന് MLA-മാരെ സമരമുഖത്തിറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 5 MLA-മാരിൽ കോൺഗ്രസിന്റെ 3 പേർ നിരാഹാര സമരവും ലീഗിന്റെ 2 പേർ അനുഭാവ സത്യാഗ്രഹവും തുടങ്ങി. സമരം 4 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനങ്ങുന്നതേയില്ല. കൂടാതെ സഭ തുടങ്ങിയ അന്നു മുതൽ 5 ദിവസവും സ്വാശ്രയ വിഷയത്തിൽ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സഭ സ്തംഭിപ്പിച്ചിട്ടും വിഷയത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് പോലും കുറയ്ക്കുകയില്ലെന്ന് മുഖ്യമന്ത്രി ഒടുവിൽ തീരുമാനമറിയിച്ചതോടെ പ്രതിപക്ഷത്തിന് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. കൂട്ടുസമരമിരിക്കുന്നവർ മാറുന്നുണ്ടെങ്കിലും നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടവർ കുടുങ്ങിയിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായാൽ പിന്നെ പകരം ആരെ ഇരുത്തുമെന്നതും തീരുമാനിച്ചിട്ടില്ല. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിന് ഇനി ഒരു തീരുമാനവും പ്രതിപക്ഷത്തിന് അനുകൂലമായി പ്രഖ്യാപിക്കാനില്ല എന്നതാണ് സമരത്തിന്റെ കാര്യത്തിൽ UDF നേതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാരണം. സമരം ചെയ്യുന്ന MLA-മാരെ കണ്ട ശേഷം സമരം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടിൽ ലീഗിന് എതിർപ്പുണ്ട്. മറ്റ് ഘടകകക്ഷികളും സമരത്തിൽ മുറുമുറുപ്പ് പ്രകടമാക്കുകയാണ്. സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ UDF ധർണ സംഘടിപ്പിച്ചു. തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച UDF യോഗം ചേരും. അതിനുശേഷം നിയമസഭയിൽ കക്ഷി നേതാക്കളുടെ യോഗവും. എന്നിരുന്നാലും സമരത്തിന് എവിടെ എങ്ങനെ വിരാമമിടുമെന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന പ്രതീക്ഷയോടെ UDF മുന്നോട്ടു പോകുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷനുമായി UDF സർക്കാർ ഒപ്പിട്ട കരാർ LDF സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തിയതായി വിലയിരുത്തൽ. സ്വാശ്രയ മാനേജ്മെന്റുമായി മുൻ സർക്കാർ 2 തരത്തിലെ കരാറിൽ ഏർപ്പെട്ടത് അഴിമതി ലക്ഷ്യമിട്ടെന്ന് SFI ആരോപിച്ചു. ന്യൂനപക്ഷ പദവി ഉയർത്തിക്കാട്ടിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി 3 വർഷത്തേക്കുള്ള പ്രത്യേക കരാർ ഉണ്ടാക്കിയത്. 2015-ലാണ് ഉമ്മൻചാണ്ടി സർക്കാർ കേരള ക്രിസ്ത്യൻ പ്രൊഫഷണൽ കോളേജ് മാനേജ്മെന്റ് ഫെഡറേഷനുമായി 3 വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടത്. ഫെഡറേഷന് കീഴിലുള്ള 4 കോളേജുകളാണ് ധാരണയിലുള്ളത്.
അമല, ജൂബിലി മിഷൻ, മലങ്കര, പുഷ്പഗിരി എന്നീ മെഡിക്കൽ കോളേജുകളാണ് കരാർ പ്രകാരം 4.4 ലക്ഷം എന്ന ഏകീകൃത ഫീസും ഏർപ്പെടുത്തിയത്. ഈ കരാർ LDF സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തി. UDF സർക്കാർ സ്വാശ്രയ പ്രവേശനത്തിൽ 2 തരത്തിലെ കരാറിലേർപ്പെട്ടത് സാമൂഹ്യനീതിക്ക് തന്നെ എതിരാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. മെറിറ്റ് പോലും അട്ടിമറിച്ചുള്ള ഈ കരാർ വലിയ അഴിമതിക്കാണ് വഴിവെച്ചതെന്ന് SFI ആരോപിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ ക്രിസ്ത്യൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് 3 വർഷത്തേക്ക് ഒരു പ്രത്യേക കരാർ, അതുപ്രകാരം ഈ വർഷം ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. അവിടെ ഏകീകരിച്ച ഫീസ് വരുന്നു. 4.4 ലക്ഷം രൂപയ്ക്ക് മുഴുവൻ സീറ്റിലേക്കും അവർ പ്രവേശനം നടത്തുന്നു. അവിടെ 25,000 ഫീസിൽ പഠിക്കേണ്ട കുട്ടികൾക്ക് അതിൻ്റെ ആനുകൂല്യം ഇല്ലാതാകുന്നു. ഇത്തരത്തിൽ കരാർ ഒപ്പിട്ട് കൊടുത്തതിൽ അഴിമതിയുണ്ടോ എന്നുൾപ്പെടെ ഏറ്റവും ശക്തമായ അന്വേഷണം ഇപ്പോൾ നടത്തേണ്ടതായി വരികയാണ്. 4 കോളേജുകളിലായി 140 സീറ്റുകളാണുള്ളത്. ഇതിൽ 25,000 രൂപയ്ക്ക് പഠിക്കേണ്ട 20% സീറ്റുകളാണ് UDF സർക്കാരിന്റെ കരാർ കാരണം സർക്കാരിന് നഷ്ടമായത്. കരാറിലൂടെ ന്യൂനപക്ഷ പദവി പ്രത്യേക അവകാശമാക്കുക കൂടിയായിരുന്നു UDF സർക്കാർ. കരാർ 3 വർഷത്തേക്കായതുകൊണ്ട് തന്നെ 2018 വരെ ഇവരെ പുതിയ കരാറിലേക്ക് എത്തിക്കാനും LDF സർക്കാരിന് സാധിക്കില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോടതികളിലെ മാധ്യമവിലക്ക് ശരിയല്ലെന്ന് AG സുധാകര പ്രസാദ്. കോടതികളിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കണമെന്നും AG കൊച്ചിയിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് നാളെ ചീഫ് ജസ്റ്റിസിനെ കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരെ തടയാൻ പാടില്ലെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ നടപടി ശരിയാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. തടയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാധ്യമപ്രവർത്തകർ ആർക്കും ഹൈക്കോടതി വരാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് ആരും തടസ്സം നിൽക്കാൻ പാടില്ല. അതേസമയം അഭിഭാഷകരുടേതായ ചില അഭിപ്രായങ്ങളുണ്ട്. അത് ചീഫ് ജസ്റ്റിസുമായി സംസാരിച്ച് പരിഹാരം ഉണ്ടാകും. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാത്തത് ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും അപമാനകരമെന്ന് മന്ത്രി AK ബാലൻ. രാജ്യത്ത് സങ്കീർണമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നു. പക്ഷേ മാധ്യമ അഭിഭാഷക തർക്കം ഇനിയും പരിഹരിക്കപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് ജനമറിയണം. ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ട് പോലും പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് നിർഭാഗ്യകരമെന്നും AK ബാലൻ കൊച്ചിയിൽ പറഞ്ഞു. അപ്പോൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മോക്കറിയാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. ഇനിയിപ്പോൾ ഗവർണർ കൂടി ഇടപെട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളിലുണ്ടാകുന്ന ജനാധിപത്യ വ്യവസ്ഥയോടും നീതിബോധത്തോടും ജനങ്ങൾക്കുണ്ടാകുന്ന സമീപനം എന്തായിരിക്കും? ഇതങ്ങനെ ഒരു പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണോ? ഇപ്പോൾ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ജുഡീഷ്യറി പരിഹരിക്കുന്ന, എക്സിക്യൂട്ടീവ് പരിഹരിക്കുന്ന പ്രശ്നം ഇതെന്തുകൊണ്ട് കഴിയുന്നില്ല? അത് ഈ പൊതുസമൂഹം അറിയണം എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത്. ഇത് നിർഭാഗ്യകരമാണ്. മൂവാറ്റുപുഴയിൽ യുവാവിനെ പോലീസ് ക്രൂരമർദ്ദനത്തിന് വിധേയനാക്കിയ സംഭവത്തിൽ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ SI A. അനൂപ്, പോലീസുകാരായ റസാഖ്, മനോജ് എന്നിവരെയാണ് DGPയുടെ നിർദ്ദേശത്തെ തുടർന്ന് എറണാകുളം റൂറൽ SP സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയാണ് ആറ്റിങ്ങൽ സ്വദേശി പ്രതീഷിനെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. തുടർന്ന് 4 ദിവസം തുടർച്ചയായി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചു. പോലീസ് അന്വേഷണത്തിൽ യുവാവ് മോഷണം നടത്തിയിട്ടില്ലെന്ന് തെളിഞ്ഞിരുന്നു. 4 ദിവസത്തെ തുടർച്ചയായ മർദ്ദനത്തിന് ശേഷം ഭാര്യയോടൊപ്പം പ്രതീഷിനെ വിട്ടയച്ചു. കൈക്കും കാലിനും പരിക്കേറ്റ പ്രതീഷ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ഇത് സംബന്ധിച്ച് പീപ്പിൾ TV വാർത്ത നൽകിയിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന പ്രതീഷ് അടുത്തിടെയാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. ഫാഷൻ ഡിസൈനറായ പ്രതീഷ് മൂവാറ്റുപുഴയ്ക്കടുത്ത തയ്യൽ കടയിൽ ജോലി നോക്കുകയായിരുന്നു. പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രതീഷ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മൂവാറ്റുപുഴ SI അനൂപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ്, റസാഖ് എന്നിവരെയാണ് DGPയുടെ നിർദ്ദേശപ്രകാരം ആലുവ റൂറൽ SP അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഇവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും DGP നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ 3-ാം മുറ പാടില്ലെന്ന സർക്കാരിൻ്റെ കർശന നിർദ്ദേശം പാലിക്കാതെയാണ് യുവാവിനെ 4 ദിവസം തുടർച്ചയായി മർദ്ദനത്തിന് വിധേയനാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 103 വയസ്സ് പിന്നിട്ട പ്രശസ്ത ഗായകനും നടനുമായ പാപ്പുക്കുട്ടി ഭാഗവതരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ ആദരിച്ചു. സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാഗവതരുടെ കൊച്ചിയിലെ വസതിയിലെത്തിയാണ് മന്ത്രി ആദരം നൽകിയതും തുടർന്ന് ചെക്ക് കൈമാറിയതും. ഇത്തരം കലാകാരന്മാരുടെ സംഭാവനകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് AK ബാലൻ പറഞ്ഞു. നീണ്ടകാലത്തെ കലാസബരിയുള്ള തന്നെ UDF സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആദരം ഏറ്റുവാങ്ങി സംസാരിക്കവേ പാപ്പുക്കുട്ടി ഭാഗവതർ പറഞ്ഞു. 103 വയസ്സുണ്ട് ഈ മനുഷ്യന്. ഒന്ന് പാടാൻ പറഞ്ഞാൽ 103ന്റെ പതർച്ച ശബ്ദത്തിനുണ്ടെന്ന് പറയുമെങ്കിലും പാടിത്തരും. രാജകുമാരി സോജാ സോജമേ ബലഹാരി സോജാ. സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി പെരുമ്പടപ്പിലെ പാപ്പുക്കുട്ടി ഭാഗവതരുടെ വസതിയിലെത്തിയാണ് മന്ത്രി AK ബാലൻ ആദരം നൽകിയത്. പുതിയ തലമുറക്ക് ഇവരെയെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അവരുടെ സംഭാവനകളെ, സേവനങ്ങളെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സമൂഹത്തിന് കഴിയണം.
സർവ്വ സംവിധാനങ്ങളോടുകൂടെ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും വരാൻ പോകുന്ന സാംസ്കാരിക സമുച്ചയങ്ങളിൽ എറണാകുളം ജില്ലയിലേത് തൃപ്പൂണിത്തുറ ആസ്ഥാനമാക്കിയായിരിക്കും പ്രവർത്തിക്കുക. ഇതിനായി 5 ഏക്കർ സ്ഥലം ഏറ്റെടുത്തതായി മന്ത്രി പറഞ്ഞു. നീണ്ടകാലത്തെ കലാപാരമ്പര്യമുള്ള തനിക്ക് UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അംഗീകാരവും ലഭിച്ചിട്ടില്ലെന്ന് പാപ്പുക്കുട്ടി ഭാഗവതർ പറഞ്ഞു. ഇത്രയും വലിയ വലിയ കലാസംഭാവനകൾ കേരളത്തിന് കാഴ്ചവെച്ച എനിക്ക് UDF സർക്കാർ ഒരു അംഗീകാരം പോലും എനിക്ക് കിട്ടിയില്ല. എല്ലാവരും ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ LDF സർക്കാർ മാത്രമാണ് സഹായികൾക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ആ നന്ദി എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചലച്ചിത്ര അക്കാദമി തുടങ്ങി മറ്റ് ചലച്ചിത്ര സംഘടനകളും ഭാഗവതർക്ക് ആദരം നൽകി. ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീകുമാർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ, ചലച്ചിത്ര വികസന ബോർഡ് ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ, ഭാഗവതരുടെ മരുമകൻ കൂടിയായ സംവിധായകൻ KG ജോർജ്, ജോൺ ഫെർണാണ്ടസ് MLA, MK അർജുനൻ മാസ്റ്റർ, പട്ടണം റഷീദ് തുടങ്ങി നിരവധി പ്രമുഖരും പാപ്പുക്കുട്ടി ഭാഗവതർക്ക് ആശംസ നേരാനെത്തി. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത സുഖം പ്രാപിച്ചു വരുന്നതായി AIADMK. ജയലളിത ഉടൻ തന്നെ ആശുപത്രി വിടുമെന്നും AIADMK വക്താവ് CR സരസ്വതി. ജയലളിതയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാനായി കഴിഞ്ഞ ദിവസം ലണ്ടൻ ബ്രിഡ്ജ് ആശുപത്രിയിലെ ഡോക്ടർ റിച്ചാർഡ് ജോൺ ബെലെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഇദ്ദേഹം നൽകിയ മരുന്നുകളോട് ജയലളിതയുടെ ശരീരം മികച്ച രീതിയിൽ പ്രതികരിക്കുന്നതായാണ് സൂചന. അതേസമയം അസുഖത്തിന്റെ വിശദ വിവരം സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. കരളിന്റെയും വൃക്കയുടെയും പ്രവർത്തനം തകരാറിലാണെന്നാണ് അനൌദ്യോഗിക വിവരം. കഴിഞ്ഞ ദിവസം ജയലളിതയെ സന്ദർശിക്കാനെത്തിയ തമിഴ്നാട് ഗവർണർക്കും അവരെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് സൂചന. എന്നാൽ ജയലളിതയുടെ അസുഖം ഭേദമായി വരുന്നുണ്ടെന്നാണ് ഗവർണറുടെ ഓഫീസ് അറിയിച്ചത്. അതേസമയം ജയലളിത ചികിത്സയിൽ കഴിയുന്ന ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. കണ്ണൂർ കനകമലയിൽ 5 പേർ NIAയുടെ കസ്റ്റഡിയിൽ. ഇവർക്ക് IS ബന്ധമുള്ളതായി സൂചനാ വിവരങ്ങൾ PV ജോഷില കണ്ണൂരിൽ നൽകും. ജോഷില, ഇവരെ എവിടെ നിന്നാണ് NIA കസ്റ്റഡിയിലെടുത്തത്? ഇവരെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്താണ്? കനകമലയിലാണ് സംഭവം. കനകമലയിൽ നിന്നും 6 പേരെ NIA കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ NIAയും അതുപോലെ തന്നെ കനകമല വളഞ്ഞിരിക്കുകയാണ്. വൻ ജനപ്രവാഹമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇവർക്ക് 6 പേർക്കും തീവ്രവാദ ബന്ധമുണ്ട് എന്ന സംശയത്തിലാണ് കനകമലയിൽ ആയിരുന്നു ഇവർ താവളമാക്കിയത് എന്നും അറിയുന്നു. എന്തായാലും കൂടുതൽ വിവരമൊന്നും ഇവരെ കുറിച്ച് ലഭിച്ചിട്ടില്ല. എന്തായാലും IS ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. NIA സംഘവും പോലീസും ഇപ്പോൾ കനകമല വളഞ്ഞിരിക്കുകയാണ്. ജോഷില, ഈ കാസർഗോഡ് ജില്ലയിൽ നടക്കം സമീപകാലത്ത് നമ്മൾ ധാരാളം IS ബന്ധമുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു. അതുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊക്കെ ഒടുവിലാണോ ഈ കനകമലയിലെ ആളുകളിലേക്കും NIAയും പോലീസും ഒക്കെ എത്തിച്ചേർന്നത്? കനകമലയിൽ ഇത്തരത്തിലൊരു സംഘത്തെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഏറ്റവും വലിയൊരു പ്രശ്നമായി കാണേണ്ടതാണ്. കനകമല അത്രയേറെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത സ്ഥലമാണ്. ഒരു ഉൾപ്രദേശം കൂടിയാണ്. ഇത്തരത്തിൽ ഒരു സംഘം, ആയുധധാരികളായ സംഘം കനകമലയിൽ താവളമാക്കി എന്നുള്ളത് തന്നെ ഏറ്റവും ആസൂത്രിതമായി നടത്തിയ ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് കാണേണ്ടതുണ്ട്. മാത്രമല്ല വളപട്ടണം, മാഹി ഭാഗങ്ങളിലടക്കം IS ബന്ധത്തിന്റെ പേരിൽ ചിലരെ കണ്ണൂർ ജില്ലയിൽ നിന്നും IS ബന്ധം ഉള്ളതായി സംശയിക്കുന്ന ചിലരുണ്ട് എന്ന് NIA നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. NIA ഇതിന്റെ അടിസ്ഥാനത്തിൽ വളപട്ടണത്തും അതുപോലെ തന്നെ മാഹി അടക്കമുള്ള സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും നടത്തിയിരുന്നു. ഇപ്പോഴാണ് ഈ മാഹിക്കും അതുപോലെ തന്നെ പാനൂരിനടുത്തുള്ള പ്രദേശമായ കനകമലയിൽ ഇത്തരത്തിൽ ഒരു സംഘത്തെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കനകമല കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ നാട്ടുകാരടക്കമുള്ളത്. ജോഷിലയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ കനകമല എന്ന സ്ഥലത്ത് 6 പേരെ NIA കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. IS ബന്ധം ഇവരിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആയുധധാരികളായ 6 പേർ ഇവർ കനകമല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നാണ് ജോഷില കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. സൂര്യ ഫെസ്റ്റിവലിൽ തുടർച്ചയായ 40ാം വർഷവും കച്ചേരി അവതരിപ്പിച്ച് ഗാനഗന്ധർവൻ KJ യേശുദാസ്. നൃത്ത സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചാണ് യേശുദാസ് കർണാടക സംഗീത കച്ചേരി ആലപിച്ചത്. ഗാനഗന്ധർവന്റെ കച്ചേരിയോടെയാണ് കഴിഞ്ഞ 40 വർഷമായി സൂര്യ നൃത്ത സംഗീതോത്സവത്തിന് നാന്ദിയാവുന്നത്. തന്റെ കച്ചേരിയോടെ മേള തുടങ്ങാമെന്നത് സൂര്യ ഫെസ്റ്റിവലിന്റെ ആലോചനാ വേളയിൽ യേശുദാസ് സംഘാടകർക്ക് നൽകിയ ഉറപ്പായിരുന്നു. ആ വാക്ക് പാലിച്ച് തുടർച്ചയായി 40ാം തവണയും സൂര്യയുടെ വേദിയിൽ അദ്ദേഹം കർണാടക സംഗീത കച്ചേരി ആലപിച്ചു. ാണ് ഗാനഗന്ധർവന്റെ കച്ചേരിയോടെ സൂര്യമേള തുടങ്ങുന്നത്. തിരുവനന്തപുരത്ത് AKG ഹാളിൽ നടന്ന കച്ചേരി ആസ്വദിക്കാൻ പ്രമുഖരടക്കം നിരവധി പേരാണ് എത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.